രാധാകൃഷ്ണ പണിക്കരാണ്. ശ്രീ രാധാകൃഷ്ണ പണിക്കർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട് സാറേ, ഈ യൂണിവേഴ്സിറ്റി ഉണ്ടായ കാലം മുതൽ വൈസ് ചാൻസലർമാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥി യൂണിയനുകളും ഉണ്ടായിരുന്നു. ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഇത്രയും കുത്തഴിഞ്ഞ ഒരു രീതി ആയത് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളം ഈ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരു കുത്തഴിഞ്ഞ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇതിനു മുൻപുണ്ടായിരുന്ന വൈസ് ചാൻസലർമാർക്ക് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുള്ളവരായിരിക്കണം, അല്ലാതെ വരത്തില്ല. എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകും. അവരൊക്കെ നഗ്നമായി രാഷ്ട്രീയം പ്രദർശിപ്പിക്കുന്ന സ്വഭാവം നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നത് വൈസ് ചാൻസലർമാരും രാഷ്ട്രീയം അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കും. അതിനെതിരെ വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞാൽ അതിരുവിട്ട രീതിക്കാണ് അവരും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വൈസ് ചാൻസലറുടെ പ്രതീകാത്മക ശവമഞ്ചം ഉണ്ടാക്കുന്നു, സംസ്കരിക്കുന്നു. വിദ്യാർത്ഥി യൂണിയന്റെ നേതാക്കൾക്ക് അവിടെ കടന്നു ചേരാനുള്ള അവസരം ഉണ്ടാക്കാതെ വന്നിരിക്കുന്നു. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ നിലവാരം തകർന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെതാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ രാധാകൃഷ്ണ പണിക്കർ. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സർവകലാശാലകൾ യഥാർത്ഥത്തിൽ അവിടെ നടക്കേണ്ടത്, അവിടെ അക്കാദമിക പ്രവർത്തനങ്ങൾ, സംവാദങ്ങൾ, രാഷ്ട്രീയം അതെല്ലാം വേണ്ടതാണ് സർവകലാശാലകളിൽ. പക്ഷേ നമ്മുടെ സർവകലാശാലകൾ കഴിഞ്ഞ കുറച്ചു കാലമായി നടക്കുന്നത് അത്തരം സർഗാത്മകമായ പ്രവർത്തനങ്ങളാണോ അതോ അനാവശ്യമായ വിവാദങ്ങളാണോ? നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇതിലിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് വിദ്യാഭ്യാസ സ്ഥാനത്തിരിക്കുന്ന സിഫ തോമസ് ആയിക്കോട്ടെ, അതേപോലെ മോഹനൻ കുന്നുമ്മലായിക്കോട്ടെ, ഇവരൊക്കെ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആദ്യം നോക്കണം. ഞാനിപ്പോ SFIനെയോ KSUവിനോ മറ്റ് സംഘടനകളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നന്നാക്കി പറയാനോ അല്ല. വിദ്യാർത്ഥികളെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നും വിദ്യാർത്ഥികളെ എങ്ങനെ മുന്നോട്ട് പോകണം രണ്ടു പക്ഷം നോക്കേണ്ടതാണ്. ഇവിടെ കുറവുകൾ ഒരു ഭാഗത്തുണ്ട്, മറ്റേ ഭാഗത്ത് അതിലേറെ കുറവുകളുണ്ട്. ഇപ്പൊ മോഹൻ കുന്നുമ്മ പറഞ്ഞു കേട്ടില്ലേ, ഭൂമി എന്ന് പറഞ്ഞാൽ അമ്മേനെ തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് അറിയുള്ളൂ എന്ന് പറയുമ്പോൾ അയാളുടെ ഇത് കേട്ട് പഠിക്കും. ഇപ്പോ SFI തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോ കുട്ടികളെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. ഇതിൽ പറയുന്ന അതാത് സ്ഥാനത്ത് നിൽക്കുന്ന അധ്യാപകന്മാരായിക്കോട്ടെ, നേതൃത്വം വഹിക്കുന്ന ആരും ആയിക്കോട്ടെ, നല്ല രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മളോട് പ്രതികരിച്ചത്. ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സർവകലാശാലകളിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് വീശിമാറി നിന്നുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളോ എങ്ങനെയാണ് ഈ സർവകലാശാലകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണപ്പെടും? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.